നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിദ്ധാർത്ഥ, സിദ്ധാർത്ഥ, കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി വളരെ നിർണായകം. അപകടം പിടിച്ച രാത്രി. സൂക്ഷിക്കണം. പിന്നെ നാളെ പിറന്നാൾ. ആരുടെ പിറന്നാൾ? നമ്മുടെ പിറന്നാൾ. നാക്കിലയിൽ വിളമ്പിയ സദ്യ നമുക്ക് ഒന്നിച്ച് കഴിക്കണ്ടേ? വേണം, വേണം. ഇന്ന് രാത്രി നടക്കുന്ന ചതി, അതെങ്ങനെ മറികടക്കുമെന്ന്. എന്റെ വീടിന് ദൈവം കാവൽ നിൽക്കേണ്ട രാത്രിയായിരുന്നു. എന്താ പാതിരാത്രി ഒരു പത്രം വായന? എത്ര ദിവസമായി മനസ്സമാധാനമായിട്ടൊന്ന് പത്രം വായിച്ചിട്ട്. ആ അതെ, മുഴുവനും കുടിക്കരുത്, എനിക്കും കൂടി വേണം. ആവശ്യത്തിന് കുടിക്കും. വെള്ളം കുടിച്ചിട്ടേ കിടക്കാവുള്ളെന്നാ പണ്ടുള്ളവർ പറയുന്നു. എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാത്രി വെള്ളം കുടിച്ചില്ലെങ്കിൽ ആത്മാവ് കുളത്തിലോ പുഴയിലോ വീഴുവെന്ന്. പണ്ടുള്ളവരുടെ ഓരോരോ വിശ്വാസങ്ങളെ. എത്ര കാലം കൂടിയാ മനോഹരേട്ടന്റെ മുഖത്തൊരു ചിരി കാണുന്നേ? കടം കനൽക്കട്ടയാന്ന് കേട്ടിട്ടില്ലേ പാർവതി? അത് വീട്ടുന്നത് വരെ ഉള്ളു പൊള്ളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എല്ലാം ശരിയാവും മനോഹരേട്ട. നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും സന്തോഷം വരും. എനിക്കത്ര വലിയ പ്രതീക്ഷയില്ല. സുതിമോന്റെ മരണത്തിന്റെ വേദന ഒരു വശത്ത്, ആ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കാം. അവന്റെ ഹൃദയം എവിടെയോ മിടിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് സമാധാനിക്കാൻ ശ്രമിക്കാം. പക്ഷെ നിത്യ, അവള് നമ്മളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമല്ലേ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മനോഹരേട്ട, അവളുടെ മനസ്സ് മാറാൻ. സ്വന്തം അച്ഛനെ അമ്മയും വിശ്വാസമില്ലാത്ത മക്കളുണ്ടോ പാർവതി? അവളെല്ലാം മനസ്സിലാക്കും മനോഹരേട്ട. നമ്മുടെ ചിറകിനടിയിലേക്ക് തന്നെ അവള് തിരിച്ചെത്തും. അങ്ങനെ ആശിക്കാനല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. നീ ലൈറ്റ് എടുത്ത് ഉറക്കം വരുന്നു. മനസ്സിനൊരു സമാധാനം കിട്ടിയോണ്ടാവും നേരത്തെ ഉറക്കം വരുക.
ഇന്ന് നെഞ്ചിൽ കടത്തിന്റെ കനൽക്കട്ടയില്ല. ആശ്വാസത്തിന്റെ മഞ്ഞ തണുപ്പ. ആ പാർവതി, നീ എന്നെ രാവിലെ വിളിക്കണേ. നേരത്തെ തന്നെ പണമായിട്ട് പോണം. പലിശയിൽ എന്തെങ്കിലും ഒരു ഇളവ് ചോദിച്ചു നോക്കാം. എന്റെ ഏറ്റുമാനൂരപ്പാ. അച്ഛാ, സത്യത്തിൽ ഏറ്റവും ലാഭമുള്ള ബിസിനസ് രാഷ്ട്രീയമാണ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, മുതൽ മുടക്കില്ല, വലിയ അധ്വാനവുമില്ല. എന്നാലും ബുദ്ധി വേണ്ടേ രംഗ? അച്ഛൻ ചേട്ടച്ചനിട്ടൊന്ന് കുത്തി. എന്തിനു ബുദ്ധി? നാക്കിന്റെ ബലവും ഈശ്വര കൃപയും. ഓ, നിങ്ങളുടെ ഈ നാക്കില്ലായിരുന്നെങ്കിലേ എന്നെ നരി കൊണ്ട് പോയേനെ. ഒരു നരിയുടെ ഒപ്പമാണല്ലോ ഞാൻ ജീവിക്കുന്നത്. ഉണ്ടല്ലോ. അല്ല, എന്താ ചേട്ടച്ചന്റെ പാർട്ടിയുടെ ചിഹ്നം? ഈനാമ്പേച്ചിയോ മരപ്പെട്ടിയോ? പ്രേമയെ ഞാൻ ചിഹ്നമാക്കുന്നില്ല. കുറുക്കൻ, അതാണ് എന്റെ മനസ്സിൽ. തന്ത്രങ്ങളുടെ കളിയാണല്ലോ രാഷ്ട്രീയം. അതിന് ബുദ്ധിയും തന്ത്രമൊക്കെ വേണ്ടേ? നിങ്ങളെ സംബന്ധിച്ച് കഴുതയായിരിക്കും ബെസ്റ്റ്. പ്രേമേ, നാളെ ലോകം ഉറ്റുനോക്കുന്ന ഒരു മന്ത്രിയാവേണ്ട ആളാണ് ഞാൻ. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്റെ കൂടെ ക്ലിഫ് ഹൗസിൽ താമസിക്കാം. അവിടുത്തെ പാട്ട് കേൾക്കുന്ന പശുക്കളെ നോക്കാം. അയ്യോ വേണ്ടായേ. എന്താടാ ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് നേരത്തെ പോയതല്ലേ നീ? ഓ, ഉറക്കം പോയി. എന്തു പറ്റിടാ? വല്ല വയ്യാഴിക്ക്? ഏയ്, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാ. ഒരു സംശയം. ചോദിക്കു കുഞ്ഞളിയ. ബുദ്ധിപരമായ എന്തെങ്കിലും കാര്യമോ പൊതുവിജ്ഞാനമോ ആണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. വിജ്ഞാനമില്ലാത്തവളോട് ചോദിക്കണ്ട. അതൊന്നും അല്ലളിയ. എന്താ പിന്നെ അവളോട് എന്നെ ചോദിക്കും? എന്താടാ മോനെ? അത് നാളെ എന്റെ പിറന്നാളാണോ? ചേടാ, ഇവനിതെന്താ പറ്റിയത്? നിന്റെ പിറന്നാൾ എന്നാണെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയില്ലേ? അത് നാളെയാണോ എന്നൊരു... കുഞ്ഞളിയ, നമുക്കെന്നും പിറന്നാളാ. രാവിലെ ജനിക്കുന്നു, രാത്രി മരിക്കുന്നു, പിറ്റേന്ന് വീണ്ടും ജനിക്കുന്നു. ഓ, സാഹിത്യം. എം.ഡി. സാറ് പറയുവോ ഇതുപോലെ? അദ്ദേഹത്തിന് ജ്ഞാനപീഠമേ ഉള്ളൂ. ഇത് സർവജ്ഞ പീഠമാ. ഏട്ടന്റെ തോന്നല് ശരിയാ. നാളെ ഏട്ടന്റെ പക്കപ്പിറന്നാളാ. ദേ നോക്കിയേ. പക്കമേളോ? പക്കമേളോ അല്ല, പക്കപ്പിറന്നാള് എന്ന് വെച്ചാലേ മാസാമാസം നക്ഷത്രം വരുന്ന ദിവസം. അപ്പൊ നമുക്ക് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോവാം കുഞ്ഞളിയ. ഞാനും ഉണ്ടേ.